മേഘ, ഓപ്പറേഷൻ തൂഫാൻ. ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നത് കേരളത്തിലെ ലഹരി മാഫിയയെ വേരോടെ അറക്കുന്നത് മാത്രമല്ല, ഈ ലഹരി മാഫിയക്കുള്ളിൽ പെട്ടുപോയ പാവപ്പെട്ട യുവാക്കളുടെയും അല്ലെങ്കിൽ കുട്ടികളുടെയും പുനരുജ്ജീവനം, അല്ലെങ്കിൽ അവർക്ക് പുതിയൊരു ജീവിതം നൽകുന്നതിനും കൂടിയുള്ള ഒരു മാർഗമാണ്, അല്ലെങ്കിൽ പുതിയൊരു ഓപ്ഷനാണ് എന്നാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ തൂഫാൻ വാരിയേഴ്സ്, തൂഫാൻ, ഓപ്പറേഷൻ തൂഫാൻ, അങ്ങനെ കുറേ പരിപാടികൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തുന്നത് പോലെ 300-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 300 കിലോഗ്രാമോളം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. 70 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായിരുന്ന ഒരു പേഴ്സണൽ ചോദ്യമായിരുന്നു. കാരണം ഇതൊരു അഡിക്ഷനാണ്. നമുക്ക് ഒരു തല്ല് കൊടുത്താലോ അല്ലെങ്കിൽ ഒന്ന് പിടിച്ച് ജയിലിലിട്ടാലോ മാറുന്ന ഒരു സ്വഭാവമോ ഒന്നുമല്ല. ഇപ്പോൾ പിള്ളേർ വായിൽ വയ്ക്കുന്നത് പോലെയുള്ള ചെറിയൊരു സ്വഭാവമൊന്നുമല്ല. ഇതൊരു അഡിക്ഷനാണ്. അതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വിത്ഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. അതുപോലെ തന്നെ അത് നിർത്താൻ കഴിയില്ല. അതൊന്നും നിർത്തണമെന്ന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടെങ്കിലും പോലും നിർത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ കുട്ടികൾ ഇത്രയും വലിയ ഓപ്പറേഷൻ നടക്കുന്നു, എല്ലായിടത്തും പരിശോധനകൾ നടക്കുന്നു, എന്നിട്ടും അത് വീണ്ടും ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അഡിക്ഷനാണ്. അപ്പോൾ അഡിക്ഷൻ മാറാൻ എന്താണ് വേണ്ടത്? ചികിത്സയാണ് വേണ്ടത്, ശിക്ഷയല്ല വേണ്ടത്. ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഇത് എവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നു, ഇത് ആരൊക്കെ കൈമാറ്റം ചെയ്യുന്നു, ആരൊക്കെ ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തി ഒരു വെബ് ഉണ്ടാക്കുന്നതും ഇതിന്റെ ലഭ്യത കുറയ്ക്കുന്നതും ഒരു പരിധിവരെ നല്ലൊരു സഹായം ചെയ്യും. പക്ഷേ ഇതിന് അടിമപ്പെട്ടു പോയ വ്യക്തികളെ തിരിച്ചു കൊണ്ടുവരാൻ കൃത്യമായ ചികിത്സ തന്നെ വേണം. ഇത് കഴിഞ്ഞ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. അതിനാണ് രമേശ് ചെന്നിത്തല ഉത്തരം നൽകിയിട്ടുള്ളത്. അതായത് അദ്ദേഹം പറയുന്നത് തൂഫാൻ കെയർ എന്നുള്ള ഒരു പദ്ധതി കൂടി നമ്മൾ തുടങ്ങുകയാണ്. അതിനായി കേരളത്തിൽ 35 ആശുപത്രികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതായത് ഈ പിടിക്കുന്ന കുട്ടികൾ, ലഹരിക്ക് അടിമയായി പിടിക്കുന്ന കുട്ടികളെയെല്ലാം ചികിത്സിച്ച് ഭേദമാക്കി അവരെ സേഫ് ആക്കി അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അമ്മമാർക്ക് തിരിച്ചു കൊടുക്കുകയാണ് എന്നുള്ള കൃത്യമായ നല്ലൊരു നിർദ്ദേശമാണ്, നല്ലൊരു നടപടിയെ പറ്റിയാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. അതിനായി അങ്കമാലിയിലുള്ള ആദ്യത്തെ ഹോസ്പിറ്റലിൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ഇത് ആരംഭിച്ചിട്ടുണ്ട്. ഈ പോലീസ് സ്റ്റേഷനുകളെ പോലീസ് ജില്ലകളാക്കി മാറ്റി, പോലീസുകാരെ പോലീസ് ജില്ലകളായി തിരിച്ച് കൃത്യമായിട്ടുള്ള നടപടികൾക്ക് അവരെ വിധേയരാക്കുകയാണ്. അതായത് എല്ലാ ജില്ലകളിലും ഇപ്പോൾ 14 എന്നുള്ള ജില്ലയെ വിട്ട് 30 പോലീസ് ജില്ലകളായി തിരിക്കുകയാണ്. എന്നിട്ട് ഇവരെല്ലാം ഇറങ്ങി ഇതുപോലെ ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികളെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ, കാനഡ പോലുള്ള രാജ്യങ്ങൾ, ഇവിടെയൊക്കെ ലഹരിയൊക്കെ സുലഭമായി ലഭിക്കും. അതായത് ഇപ്പോൾ കഞ്ചാവ് ഉപയോഗമൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ലാത്ത രാജ്യങ്ങളിൽ ഇതിൽ സുലഭമായി ലഭിക്കും. അപ്പോൾ അവിടെയൊക്കെ നോർമലായിട്ട്, ഇപ്പോൾ US വളരെ നോർമലായിട്ട് കാണുന്ന കാര്യമാണ് ഡ്രഗ് അഡിക്ട്സ് റോഡിൽ കിടന്നുറങ്ങുക, ഡ്രഗ് അഡിക്ട്സ് പ്രശ്നമുണ്ടാക്കുക, വെടിവയ്പ് പോലുള്ള അക്രമങ്ങൾ നടത്തുക, ഇതുപോലുള്ള കാര്യങ്ങൾ. ഇവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കുകയല്ല അവിടുത്തെ സർക്കാരുകൾ ചെയ്യുന്നത്. ഇവർക്ക് കൃത്യമായ ഡി അഡിക്ഷൻ കൊടുക്കുക. ഇപ്പം നമ്മുടെ നേഷൻ ഫസ്റ്റിൽ സ്ഥിരമായി സംസാരിക്കുന്ന നമ്മുടെ കേംബ്രിഡ്ജിന്റെ മുൻ മേയർ അഡ്വക്കേറ്റ് ബൈജു തിട്ടാലിയുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യമാണ്, ബ്രിട്ടനിൽ അദ്ദേഹം ഡീൽ ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ കേസുകളും ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ്. അപ്പോൾ ഈ ലഹരിക്ക് അടിമയായ ആൾക്കാരെ കൃത്യമായ ട്രീറ്റ്മെന്റ് കൊടുത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരാളുടെ അടുത്ത് ഇന്ന് MDMA യൂസ് ചെയ്യുന്നത് നിർത്തണം, ഇന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്നത് നിർത്തണം എന്ന് പറയുകയാണെങ്കിൽ അവർക്കത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഒരു 2 ദിവസം നിർത്തിവെച്ചാൽ പോലും അതിനുശേഷം ഭയങ്കരമായ വിത്ഡ്രോവൽ സിംറ്റംസ് കാണിക്കും. ചില സാഹചര്യങ്ങളിൽ 2 മണിക്കൂർ പോലും വേണ്ട, 2 ദിവസം പോലും വേണ്ട, 2 മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ പറഞ്ഞ വിത്ഡ്രോവൽ സിംറ്റംസ് കാണിക്കും. ഭയങ്കരമായി ദേഷ്യം തോന്നുക, ഉപദ്രവിക്കാൻ തുടങ്ങുക, ഡിപ്രഷൻ ഉണ്ടാവുക, ആങ്സൈറ്റി ഉണ്ടാവുക, അതുപോലെ ഹാലൂസിനേറ്റ് ചെയ്യുക, ആരും എന്നെ ഉപദ്രവിക്കാൻ വരുന്നു എന്നുള്ള തോന്നലുണ്ടാകുക. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ, അപ്പോൾ അറ്റ് ദ എൻഡ് ഇവർ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് പോകാനുള്ള സാധ്യത പോലും ഉണ്ട് ഈ പറഞ്ഞ ലഹരി കിട്ടാതാവുമ്പോൾ. ഇപ്പോൾ കോവിഡ് സമയത്ത് മദ്യം കിട്ടാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ്, മദ്യപാനികളുടെ വീടുകളിൽ ഉണ്ടായ ഡൊമസ്റ്റിക് ക്രൈമിന്റെ വർധനവ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊന്നും അവർക്ക് ഒറ്റയടിക്ക് സ്വിച്ച് ഇട്ട പോലെ നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എടുത്ത വലിയൊരു മികച്ച നടപടിയാണ് തൂഫാൻ കെയർ എന്നാണ് എൻ്റെ അഭിപ്രായം. അതുമാത്രമല്ല, ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വരുന്നു, അതിനുശേഷം ഓപ്പറേഷൻ തൂഫാൻ എന്ന ഒരു പ്രഖ്യാപനം വരുന്നു. അപ്പോഴൊന്നും ഒരു കാരണവശാലും അല്ലെങ്കിൽ ഒരു പരിധിവരെ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ
ഒരു പക്ഷേ വിശ്വാസം ഉണ്ടായിരുന്നിരിക്കില്ല. ഇതെല്ലാം നമ്മൾ ഒരു 10 വർഷം ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഇതുപോലെ വൻ ലഹരി വേട്ടയും കഞ്ചാവ് വേട്ടയും ഇതുപോലെ MDMA കുറെ യുവാക്കളെ പിടിക്കുന്നു. ഇതെല്ലാം അതിന്റെ ഒരു ഫ്ലോയ്ക്ക് ഇങ്ങനെ പോകുന്നു. പിന്നെ അതിനെക്കുറിച്ച് ഒരു ഫോളോ അപ്പ് ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു പിടിച്ച് അകത്തിടുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ 3-4 മാസം അല്ലെങ്കിൽ 6 മാസത്തോളം അല്ലെങ്കിൽ 1 വർഷത്തോളം അകത്ത് കിടന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവർ, അത് അവരുടെ ഭാവി എന്താണ് എന്ന് ആരും പ്രതീക്ഷ കാണില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആരും ബോധേഡാവുന്നില്ല. മറ്റൊരു കാര്യം പറയാം, ഇപ്പോൾ ഒരു അമ്മ, ഒരു സിംഗിൾ എന്താ പറയുക, ഒരു അണുകുടുംബം, ഒരു ന്യൂക്ലിയർ ഫാമിലി, അതായത് ഒരു അമ്മ, അച്ഛൻ, മകൻ. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ജോലി തിരക്കുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല. ഈ കുട്ടി പതുക്കെ ആ ഒരു കൂട്ടുകാരുടെ സഹവാസത്തോടെ ചെറിയ രീതിയിൽ എന്താ പറയുക, ഒരു ഡ്രഗ്സ് പതുക്കെ യൂസ് തുടങ്ങുന്നു. ആ കുട്ടിയുടെ സ്വഭാവം മാറി അവസാനം ആ കുട്ടി കൂടുതലായിട്ട് വയലന്റ് ആവുന്നു. അപ്പൊ ഈ കുട്ടിയെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്ന കാര്യത്തിൽ ഈ ഒരു പാരൻസിനോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ ഒരു ഐഡിയ ഇല്ല, ഒരു ബോധ്യവുമില്ല. അവിടെയാണ് ഈ ഒരു ആഭ്യന്തരമന്ത്രിയുടെ യഥാർത്ഥ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇടപെടൽ. ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു ലഹരി ഉപയോഗത്തിന് അടിമയായി സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് ഒരു തലമുറയാണ്, ഒരു യുവതലമുറയാണ്. പെൺകുട്ടികളും ആൺകുട്ടികളും സ്റ്റുഡൻസും അടങ്ങുന്ന ഒരു തലമുറ. ആ തലമുറയെ ഈ ലഹരിക്ക് അടിമകളാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയല്ല വേണ്ടത്, അവരെ ആ ലഹരി വിമുക്തമാക്കി ഈ ഒരു സമൂഹത്തിലേക്ക് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അതാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഈ തൂഫാൻ കെയറിലൂടെ ആപ്ലിക്കബിൾ ചെയ്യുന്നത്. അതെ, ഇപ്പോൾ ഈ പറയുന്നത് പോലെ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, മറ്റെന്തോ സാഹചര്യത്തിന്റെ പുറത്ത് ഇപ്പോൾ ഫാമിലീസ്, ഇപ്പോൾ വളരെ കെയറിങ് ആയിട്ടുള്ള ഫാമിലീസിൽ നിന്ന് പോലും ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ ലഹരിക്ക് അടിമകളാവുന്നവരുണ്ട്. ഇതെല്ലാം പിയർ പ്രഷറിന്റെ പുറത്ത് തുടങ്ങുന്നതായിരിക്കും, ഒരു ഫണ്ണിന് അല്ലെങ്കിൽ ഞാൻ കൂളാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം. പക്ഷേ പോകെ ഇത് നിർത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. ചിലപ്പോൾ ഒരു 4 പേർ ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരാൾ പെട്ടെന്ന് അത് നിർത്തി പോകുമായിരിക്കും, ഒരാൾക്ക് അത് നിർത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കും. ഇതെല്ലാം വേരിയഡ് ലെവൽസ് ആണ്, ഓരോ ആൾക്കാരുടെ വിൽ പവർ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള മെഡിക്കേഷനും അതുപോലെ തന്നെ തെറാപ്പിയുമാണ് വേണ്ടത്. അപ്പോൾ പാരൻസിന് ഇപ്പോൾ ഇതുപോലെ എൻ്റെ മകൻ ലഹരി ഉപയോഗിക്കുകയാണെന്നുള്ള തോന്നലുണ്ടായാൽ അപ്രോച്ച് ചെയ്യാൻ ഒരു സ്ഥലം ഉണ്ടാകണം. ഇപ്പോൾ പിടിക്കപ്പെടാതെ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ശിക്ഷ, ചിലപ്പോൾ ചില പാരൻസ് ഭയക്കുന്നുണ്ടാവും, എൻ്റെ മകനെ ജയിലിൽ പിടിച്ചിടും, എന്നാൽ പിന്നെ മിണ്ടാണ്ടിരുന്നോട്ടെ. ചില വീടുകളുണ്ട്, ഇപ്പോൾ നീ കലിങ്കിൽ വല്ലതും പോയിരുന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്നതിനേക്കാളും വീടിനകത്തിരുന്ന് ഉപയോഗിക്കുക, അതാകുമ്പോൾ പോലീസ് പിടിക്കില്ലല്ലോ, ആർക്കും ശല്യം ഉണ്ടാവില്ലല്ലോ. എന്നാലും ഈ കുട്ടിയുടെ മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ഇത് ഭയങ്കരമായി ബാധിക്കും. അപ്പോൾ ഇതിന് ഹെൽപ്പ് സീക്കാൻ ഒരു സ്പേസ് ഉണ്ടാകണം. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന പോലെ തൂഫാൻ കെയർ എന്ന പേരിൽ പിടികൂടുന്ന പ്രതികളെ, ഈ ലഹരിക്ക് അടിമകളായ പ്രതികളെ ഈ പറഞ്ഞ ഡി അഡിക്ഷന് കൊണ്ടുപോകുന്ന പദ്ധതി ഉണ്ടാകുന്നു. ഇതുപോലെ പാരൻസിന് എൻ്റെ മകൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് വന്ന് പറയാൻ പറ്റുന്നൊരു സ്പേസും കൂടെ അവിടെ ഉണ്ടാകണം. അടുത്ത ഘട്ടത്തിൽ അതാണ് ഉണ്ടാകേണ്ടത്. എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തല മുന്നോട്ട് കാണുന്ന ഒരാളാണ്, ഒരു അടുത്തിനി എന്ത് എന്നുള്ളത് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ശരിക്കും ആരും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഈ തൂഫാൻ എന്നൊരു പ്രോജക്റ്റിലൂടെ ചെയ്തു വെക്കുന്നത്. അതെ, അപ്പോൾ അദ്ദേഹം അടുത്ത ഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ അടുത്ത നടപടിയുമായി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.